സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ്. പക്ഷേ എല്ലാ കാലത്തും തുടരുമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല. ഭരണകൂട ശക്തികളോട് ഞങ്ങൾ പറയുന്നു, ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ വെറും മൊബൈൽ ഫോണിലൂടെ കൊടുത്ത ഒരു ആഹ്വാനത്തിന്റെ ഫലമായിട്ട് ഇന്ന് ഇവിടെ ഷൊർണൂരിൽ ഈ ട്രെയിൻ തടയപ്പെട്ടുവെങ്കിൽ നാളെ മുതൽ ഇതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടെ രക്തത്തിന്റെ ഉടമകളായ കേരളത്തിന്റെ മക്കൾ സമര പന്ഥാവിലേക്ക് ഇറങ്ങും. ഞങ്ങൾക്ക് ആരെയും ഭയമില്ല കാര്യത്തിൽ. മഹദനിയുടെ മോചനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതും നിരപരാധിയായ മഹദനിയുടെ മോചനം. അതിനുവേണ്ടി മുഴുവൻ സഹന സമരങ്ങളും ഞങ്ങൾ നടത്തി കഴിഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. ഇവിടുത്തെ SI ഉദയൻ സാറിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അദ്ദേഹത്തിന്റെ ലാത്തി ഒന്ന് മുന്നിലോട്ട് കാണിച്ച ഇന്നത്തെ സാഹചര്യത്തിൽ PDPക്കാർ ഒരടി മുന്നോട്ട് പോവില്ല. കാരണം ഇത് മഹദനിയുടെ മക്കളാണ്. ഞങ്ങളെ പരീക്ഷിക്കാനാണ്, ഒരു ജന്മത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ജേക്കബ് കുന്നൂസിന്റെ മൊത്തം സൈന്യവും കേരളത്തിന്റെ മണ്ണിലേക്ക് കൂടങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാധാനത്തിന്റെ മാർഗത്തിൽ മഹദനിക്ക് വേണ്ടി ജാതി മത വർണ്ണ വർഗ രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലെ ഈ പുതിയ നീക്കത്തിൽ നിങ്ങളും പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ മുതൽ നടക്കുന്ന മുഴുവൻ സമര പരിപാടികൾക്കും നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നലെ ഒരു ചെറിയ മെസ്സേജ് പോയപ്പോൾ തമിഴ്നാട് അലർട്ടായിരിക്കുന്നു. പുരക്ഷി തലയുടെ പ്രത്യേക പോലീസ് സംഘം ഇന്ന് ഷൊർണൂരിൽ ഈ മണ്ണിലെത്തിയിരിക്കുന്നു. ബാംഗ്ലൂർ കോടതിയില് ഇന്ന് അബ്ദുൽ നാസർ മദനിയെ എങ്ങനെ വീഡിയോ കോൺഫറൻസിംഗ് നടത്താമെന്ന ചർച്ച ആരംഭിച്ചിരിക്കുന്നു. കാരണം കേരളത്തിന്റെ പ്രതികരണം പലരുടെയും ബന്ധിര കർണങ്ങളിലേക്ക് അലയടിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ആരംഭിക്കുകയാണ് നമ്മൾ. സർവശക്തനായ ദൈവം തമ്പുരാനെ സാക്ഷി നിർത്തി, റബ്ബിൽ ആലമീനായ അല്ലാഹുവിനെ സാക്ഷി നിർത്തി, സ്വർഗസ്ഥനായ പിതാവ് യേശുദേവനെ സാക്ഷി നിർത്തി, ഭഗവാൻ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും സാക്ഷി നിർത്തി, കേരളത്തിലെ അപാരവൃത്തം ജനങ്ങളെ സാക്ഷി നിർത്തി ഞങ്ങൾ പറയുന്നു, മഹദനിയുടെ മോചനത്തോടെയല്ലാതെ അവസാനിക്കില്ല ഈ പോരാട്ടം. PDP Zindabad!